എടാ വിജയ, എന്താടാ ദാസ, എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? മലയാള ചലച്ചിത്ര ലോകത്തിന്റെ അതുല്യ പ്രതിഭ, നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ. എക്കാലത്തും പ്രസക്തിയുള്ള കണ്ടുമടുക്കാത്ത കഥകളുടെ അധികായകൻ വിടവാങ്ങുമ്പോൾ മലയാള സിനിമയിൽ വലിയ വിടവാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് പറയാം. തന്റെ 69-ാം വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് തന്നെ മറയുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കലാസൃഷ്ടികളും ഇനിയെന്നും മലയാളികളുടെ മനസ്സിൽ ഒരു നല്ല ഓർമ്മയായി ജീവിക്കും. ഒരു മുത്തം തരാൻ പാടില്ലാതൊന്നും എന്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. ഏത്ത് തൊട്ട അപ്പം മയ്യത്താവുന്ന പറഞ്ഞേക്കണ കള്ളപ്പന്നി. ദീർഘകാലമായി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഉദയംപേരൂരിലെ വസതിയിൽ വിശ്രമത്തിലായിരുന്നു അദ്ദേഹം. പിന്നീട് ഡയാലിസിസിനായി കൊണ്ടുപോകുന്ന വഴി ആരോഗ്യനില മോശമായതിനെ തുടർന്ന് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ശനിയാഴ്ച രാവിലെ മരണം സ്ഥിരീകരിക്കുകയുമായിരുന്നു. 1956 ഏപ്രിൽ 6 കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ് അദ്ദേഹത്തിന്റെ ജനനം. 1977 PA ബക്കറിന്റെ മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം അഭിനയ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചു. തുടർന്ന് 225-ൽ പരം ചിത്രങ്ങളിൽ വേഷമിട്ട് മലയാളികളുടെ പ്രിയങ്കരനായി മാറി. നാടോടിക്കാറ്റ്, സന്ദേശം, TP ബാലഗോപാലൻ MA, വടക്കു നോക്കിയന്ത്രം, ചിന്താവിഷ്ടയായ ശ്യാമള തുടങ്ങിയ ചിത്രങ്ങളിലെ അഭിനയവും തിരക്കഥയും സാമൂഹിക വിമർശനവും നർമ്മവും സമന്വയിപ്പിച്ച് മലയാള സിനിമയെ പുതിയ ഉയരങ്ങളിലെത്തിച്ചു. 50-ലധികം ചിത്രങ്ങൾക്ക് തിരക്കഥയും രചിച്ചു. പ്രിയദർശൻ, സത്യനന്ദിക്കാട്, കമൽ തുടങ്ങിയ സംവിധായകരുമായുള്ള സഹകരണം മലയാളത്തിലെ ഹാസ്യ സാമൂഹിക ചിത്രങ്ങളുടെ സുവർണകാലം സൃഷ്ടിച്ചു. സംവിധായകനായി വടക്കു നോക്കിയന്ത്രവും ചിന്താവിഷ്ടയായ ശ്യാമളയും സംസ്ഥാന ദേശീയ അവാർഡുകൾ നേടി. ഒരു ദേശീയ ചലച്ചിത്ര അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. സാധാരണ മനുഷ്യരുടെ ജീവിതം നർമ്മത്തിന്റെയും ആക്ഷേപഹാസ്യത്തിന്റെയും ഭാഷയിലൂടെ വെള്ളിത്തിരയിലെത്തിച്ച ശ്രീനിവാസന്റെ വിയോഗം മലയാള സിനിമയ്ക്ക് നികത്താനാവാത്ത നഷ്ടമാണ്. ഭാര്യ വിമലയും മക്കളായ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും അടങ്ങുന്ന കുടുംബത്തിനൊപ്പം ചലച്ചിത്ര ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ വേർപാടിൽ ദുഃഖിക്കുന്നു.